കഴിഞ്ഞ തവണ 100 സീറ്റ് നേടിയ മുന്നണിയാ. ഇത്തവണ അത് 70 സീറ്റിൽ ഒതുങ്ങി. അത് നിങ്ങളുടെ ഭരണത്തിന്റെ നേട്ടാ. അത് നിങ്ങൾ കാലുവാരിയോണ്ട് സംഭവിച്ചതാ. ഇങ്ങനെ പരസ്പരം പഴിയാലാതെ ഇനി എന്ത് വേണമെന്നാണ് ആലോചിക്കേണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം. രാജിവെക്കാൻ ഇവിടെ ആരും മുഖ്യമന്ത്രി ആയിട്ടില്ലടോ. നമുക്ക് ഇവിടെ ഭരിക്കാൻ പറ്റുമെന്ന് ഒരു തീരുമാനമായിട്ടില്ല. എന്തായാലും 69 സീറ്റ് വെച്ച് പ്രതിപക്ഷത്തിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ കൃഷ്ണകുമാർ നമ്മളോടൊപ്പം നിന്നാലേ നമുക്ക് ഭരിക്കാൻ പറ്റൂ. എന്നാലേ 71 തികയൂ. കൃഷ്ണകുമാർ അതിന് തയ്യാറാവോ? സീറ്റ് കൊടുക്കാത്തതിന്റെ ദേഷ്യം കാണില്ലേ? ഞാൻ ഇതിനെക്കുറിച്ച് അവനോടൊന്ന് സംസാരിച്ചു. അവൻ ഇങ്ങോട്ടൊന്ന് വരാമെന്ന അർത്ഥസമ്മതം മൂളിയിട്ടുമുണ്ട്. മേനോൻ മത്സരിക്കണ്ട, മോൻ മത്സരിച്ചാ മതിയെന്ന് ഈ മേനോനോട് ഞാൻ 100 വട്ടം പറഞ്ഞതാ. താ കേട്ടില്ല? അതെന്റെ രാഷ്ട്രീയ തന്ത്രം. നിന്റെ മകനെ നിർത്തിയിരുന്നെങ്കിൽ പ്രതിപക്ഷം പറയും മക്കൾ രാഷ്ട്രീയമെന്ന്. അച്ഛന്റെ പിൻബലമില്ലാതെ മക്കൾ സ്വയം വളരണം. അവനത് തെളിയിച്ചു. അതിനുവേണ്ടിയാ ഞാൻ എതിർത്തത്. വരണം വരണം വരണം. മിടുക്കൻ മിടുക്കൻ. എന്നോട് പിണക്കൊന്നുമില്ലല്ലോ. എന്തിന്? ഇത് പൊളിറ്റിക്സ് അല്ലേ? ഇവിടെ വേണ്ടത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലേ? നീ ഇരിക്കടാ. അങ്ങോട്ടിരിക്കേ. വേണ്ട സാർ. കൃഷ്ണകുമാറിന്റെ പിന്തുണ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? ഞാൻ പിന്തുണച്ചാലേ KDF-ന് മന്ത്രിസഭ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചെറുപ്പം മുതൽ പ്രവർത്തിച്ചു പോകുന്ന പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. ആഭ്യന്തരം എനിക്ക് കിട്ടണം. ഞാൻ ആ കാര്യം പറയാനിരിക്കായിരുന്നു. ഹോം മിനിസ്റ്റർ ആകാനോ? അത് നടപ്പില്ല. മന്ത്രി ആകണമെങ്കിലേ വകുപ്പിനെ കുറിച്ച് അറിയണം, പ്രവൃത്തി വരികയോ വേണം. ആരതൊക്കെ പഠിച്ചിട്ട് ഇവിടെ മന്ത്രിയാണത്? ദിവാരേട്ടൻ ഗതാഗത മന്ത്രിയായിട്ട് ഇരുന്നിട്ടില്ലേ? പണ്ടങ്ങോ ബസ്സിൽ കയറിയതാണോ പ്രവൃത്തി പരിചയം? വണ്ടി ഓടിക്കാൻ അറിയോ ദിവാരേട്ടന്? വേണ്ട. ആക്സിലേറ്റർ ക്ലച്ചും ബ്രേക്കും തിരിച്ചറിയോ? ഇല്ല. ഇതായിരിക്കണേ കിഴിപ്പുള്ളി സാറ്. പണ്ട് വിദ്യുച്ഛക്തി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളല്ലേ? ഒന്ന് ചോദിച്ചോട്ടെ, ഈ വിദ്യുച്ഛക്തി എങ്ങനെ ഉണ്ടാക്കുന്നേ? അത് വെള്ളത്തിന്ന് ആണോ? പിന്നെന്താ വെള്ളത്തിൽ തൊട്ട ഷോക്ക് അടിക്കാത്ത? പറയാൻ അതൊക്കെ എന്തിനാ നമ്മൾ അറിയുന്നേ? സ്വിച്ച് ഇട്ടാ കറണ്ട് വരുന്നുണ്ടോ? അത് മാത്രം അറിഞ്ഞാ മതി. അതറിയില്ല. യവൻ പറയുന്നതിലും കാര്യമുണ്ടെന്നേ. പിന്നെന്താ ഷോക്ക് അടിക്കാത്ത? നമ്മളെന്തിനാ വല്ലവന്റെ കാര്യം ആലോചിച്ച് തല ഉണ്ടാക്കുന്നേ? ഏതൊരു ജോലിക്കുണ്ട് യോഗ്യത ടെസ്റ്റ്. സത്യത്തിൽ മന്ത്രിയാകാനും വേണം ഒരു പരീക്ഷ. ഈ IAS IPS ഒക്കെ പോലെ IIPS, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, അത് പഠിക്കണം. അല്ലെങ്കിൽ വേണ്ട. മിനിമം യോഗ്യത 10ാം ക്ലാസ് പാസ്സാവണമെന്ന് പറഞ്ഞാ ഇവിടെ ഇരിക്കുന്ന പലരും ഓടിപ്പോണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയണത് തന്നെ ഒരു പരീക്ഷയാണ്. ആ പരീക്ഷ പാസ്സായവർക്ക് മാത്രമേ മന്ത്രിയാവാൻ പറ്റൂ. അതൊരു പരീക്ഷയല്ല സാറേ, പരീക്ഷണമാണ്. ഇവനെങ്കിലും ശരിയാവോ എന്നുള്ള ജനങ്ങളുടെ പരീക്ഷണം.